ഈ ഒരു വിവാദ പ്രസ്താവനയുമായി മഹിളാ അസോസിയേഷൻ നേതാവ് രംഗത്ത് വന്നിരിക്കുന്നു. മുകേഷ് MLA-യുടേത് തീവ്രത കുറഞ്ഞ പീഡനവും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടേത് അതിതീവ്ര പീഡനവുമാണെന്നാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ലസിത നായർ പറയുന്നത്. മുകേഷിന്റേത് പീഡനമാണെന്ന് തങ്ങൾ അംഗീകരിച്ചിട്ടില്ലെന്ന വിചിത്രവാദവും നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കേൾക്കാം. തെളിവുകളും പരാതികളുമുള്ള ഏതൊരാളിനെതിരെയും പാർട്ടി നടപടിയെടുക്കാറുണ്ട്. അങ്ങനെ വ്യക്തമായ പരാതിയോ തെളിവുകളോ ഇല്ലാത്തതുകൊണ്ടാവാം നിങ്ങൾ പരാമർശിക്കപ്പെട്ടയാൾ ഇപ്പോഴും പുറത്തു നിൽക്കും. അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടികളൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ലോകം മുഴുവൻ കാണുന്ന രീതിയിലുള്ള പ്രത്യക്ഷമായ തെളിവുകളുണ്ട്, മൊഴികളുണ്ട്. വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹം ലൈംഗിക കുറ്റവാളിയാണ്. രണ്ട് സ്ഥിതിഗതികളിലുള്ളതാണ്, രണ്ട് പശ്ചാത്തലമാണ്. ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെത്. അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കും. പ്രവീൺ പുരുഷോത്തമൻ തന്നെ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, LDF രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് പറയുമ്പോൾ UDF അപ്പുറത്ത് നിന്ന് ചോദിക്കുന്ന പേരാണ് മുകേഷിന്റെ കേസോ എന്നുള്ളത്. ഇതിലിപ്പോൾ മഹിളാ അസോസിയേഷൻ നേതാവിന്റെ പ്രതികരണം വരുമ്പോൾ മുകേഷ് MLA-യുടേത് തീവ്രത കുറഞ്ഞ പീഡനവും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടേത് അതിതീവ്ര പീഡനവുമാണെന്നാണോ? ഈ തീവ്രത വനിതാ നേതാവ് അളക്കുന്നത് എങ്ങനെയാണ്? എന്താണ് ഈ വിവാദ പ്രസ്താവന? റോഷ്നി, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ലസിത നായർ ഇന്ന് പത്തനംതിട്ടയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിലാണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഇപ്പോൾ വിവാദമായിട്ടുള്ള കേസുകളും ഒപ്പം തന്നെ കോടതി നടപടിയിലേക്കുമൊക്കെ പോകാൻ പോകുന്നു. പാർട്ടി തന്നെ നടപടിയിലേക്കൊക്കെ നീങ്ങുന്നു. ആ ഒരു സാഹചര്യത്തിൽ മുകേഷ് MLA-ക്കെതിരെ എന്തുകൊണ്ട് നേരത്തെ ഒരു നടപടിയിലേക്ക് CPIM നീങ്ങിയില്ല എന്നുള്ളതായിരുന്നു മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അതിന് മറുപടിയായിട്ടാണ് ലസിത നായർ മുകേഷ് MLA-യെ അനുകൂലിച്ചുകൊണ്ടും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ പൂർണ്ണമായി തള്ളിക്കൊണ്ടും ഒരു പ്രസ്താവന നടത്തിയത്. അതായത് മുകേഷ് MLA-ക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇല്ലായിരുന്നു എന്ന് ലസിത നായർ പറയുന്നു. അത് പാർട്ടിക്ക് മേൽ അത്തരം ഒരു പരാതി വന്നിരുന്നു. പക്ഷേ പാർട്ടിയുടെ നോട്ടത്തിൽ തെളിവുകളോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോകാൻ പോയിരുന്നില്ല, തെളിവുകൾ കൃത്യമായിട്ടും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, കോടതിയിൽ നിന്നും മുകേഷിനെതിരെ MLA-ക്കെതിരെ ഒരു വിധി വന്നിട്ടില്ലല്ലോ എന്ന ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടേത് അതിതീവ്രമായിട്ടുള്ള പീഡനമായിരുന്നുവെന്നും അതേസമയം മാധ്യമപ്രവർത്തകർ മുകേഷിൻ്റേത് അപ്പോൾ പീഡനമായിരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഒരുപക്ഷെ തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ലസിത നായർ നൽകിയത്. പൂർണ്ണമായും മുകേഷ് MLA-യെ അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇന്ന് ലസിത നായർ നടത്തുന്നു. അതേസമയം ഇങ്ങനെയുള്ള പരാതികൾ CPIM-ലേക്ക് വരുമ്പോൾ അത് സ്വാഭാവികമായും പോലീസിലേക്ക് കൈമാറാറുണ്ട് എന്ന ഒരു കാര്യം കൂടി ലസിത നായർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ഈ ഒരു പീഡന പരാതിയിൽ അത് കടുത്ത നടപടിയിലേക്ക് തന്നെ പോകണം എന്ന് പറയുമ്പോൾ തന്നെ മുകേഷ് MLA-ക്കെതിരെ പാർട്ടിയുടെ നോട്ടത്തിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ വിഷയത്തെ പ്രതിരോധിച്ചിരിക്കുന്നത്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്. മഹിളാ അസോസിയേഷന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് നേതാവാണ് നടത്തിയിരിക്കുന്നത്. ലസിത എന്ന് പറയുന്ന നേതാവിന്റെ വിചിത്രമായ വാദമാണ് പ്രേക്ഷകർ ഇപ്പോൾ